കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി പുലിയെ മയക്കുവെടിവെക്കും. നാളെ പുലർച്ചെ വയനാട്ടിൽ നിന്നും വെറ്റിനറി സർജൻ എത്തും. വടം കെട്ടി RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കവുങ്ങൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ്. അരുൺ, മയക്കുവെടിവെക്കാനുള്ള നീക്കം ഇനിയിപ്പോൾ ദൗത്യം നാളെയാണ് പുനരാരംഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ പാറയ്ക്കൽ? ബേഡടുക്ക പഞ്ചായത്തിലെ കൊളത്തൂർ മടന്തക്കോട് കൃഷ്ണൻ്റെ വീടാണ്. കൃഷ്ണൻ്റെ വീടിന് സമീപത്തുള്ള ഈ കവുങ്ങിൻ തോപ്പിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. അവിടെ ഈ വെള്ളം പോകുന്ന ഒരു ചാലുണ്ട്. ആ പ്രദേശത്താണ് ഇങ്ങനെ പുലി കുടുങ്ങിക്കിടക്കുന്നത്. പന്നിക്ക് ഈ നാട്ടുകാരിൽ ആരോ ഒരാൾ പന്നിക്ക് ഇവിടെ മുള്ളം പന്നിക്ക് കെണി ഒരുക്കിയിരുന്നു. ആ കെണിയിലാണ് ഈ പുലി കുടുങ്ങിയിരിക്കുന്നത് എന്നൊരു സൂചന വനം വകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു ഉറപ്പില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അങ്ങോട്ട് അത് പുലി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് വെളിച്ചമടിച്ചു കഴിഞ്ഞാൽ പുലി പ്രകോപനമാവും, അത് അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചം അടിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ആളുകളെയൊക്കെ കടത്തിവിടുന്നത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വടം ഉപയോഗിച്ചുകൊണ്ട് അവിടെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്, ആളുകളെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പുലി അപകടകാരിയാണ്, അക്രമകാരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാളെ രാവിലെയാണ് ഈ പുലിയെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വിവരം. കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഡോക്ടർമാർ സ്ഥലത്തെത്തണം. മയക്കുവെടി വെച്ചതിന് ശേഷം മാത്രമാണ് പുലിയെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്തൊക്കെ തന്നെ പുലിശല്യം ഉണ്ടായിരുന്നു. ഈ മൂളിയാർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളാണ്. അവിടെയൊക്കെ പുലിശല്യം ഉണ്ടായിരുന്നു. ഈ ബേഡടുക്ക പഞ്ചായത്തിൽ കാടൊന്നുമില്ല, പക്ഷേ പുലി ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചേട്ടാ, ഈ പുലിശല്യം ധാരാളം പുലിശല്യം എന്ന് പറയുന്നത് ഒരു 4-5 മാസമായിട്ട് ഇങ്ങനെ സ്ഥിരം ആടെല്ലാം കുറേ പട്ടികളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മിനിയാന്ന് എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ ഒരു പട്ടിയെ കൊണ്ടുപോയായിരുന്നു. അത് പ്രത്യക്ഷമായിട്ട് കണ്ടായിരുന്നു, ഒരു പയ്യ കൊണ്ടുവന്നു. പുലിനെ കണ്ടിരുന്നു. പിന്നെ ഇന്ന് ശരിക്കും ഇവിടെ ലൊക്കേറ്റ് ചെയ്തല്ലോ. ഉദ്യോഗസ്ഥരെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴെ ഏതോ ഭാഗത്ത് മറ്റേ ഇത് ക്യാമറ ഒക്കെ പതിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും പുലിനെ കണ്ടെത്താൻ പറ്റിയില്ല. ഇതൊരു ജനവാസ മേഖലയാണ്. ബേഡടുക്ക പഞ്ചായത്തിൽ എവിടെയും കാടില്ല. പക്ഷേ മൂളിയാർ വനമേഖലയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് മേലിൽ ഇഷ്ടംപോലെ വീടുണ്ട്. ഇവിടെ താഴെ അത്ര കുഴിയിൽ അത്ര കൂടുതൽ വീടൊന്നുമില്ല, 10-20 വീടേ കാണും. അതുതന്നെയാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് പോലെ തന്നെ ജനവാസ മേഖലയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പുലി ധാരാളമായി ഇറങ്ങുന്നുണ്ട്. മൂളിയാർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെ പുലിശല്യം ഉണ്ട് എന്നാണ് പറയുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവരുടെ കഴിവിൻ്റെ പരമാവധി എടുത്തുകൊണ്ട് ഈ പുലികളെ തുരത്തുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പല ഭാഗത്തും പുലികളെ ട്രാപ്പ് ചെയ്യുന്നതിനുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ധാരാളം കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പുലി അതിലൊന്നും പെടുന്നില്ല. മാത്രമല്ല, ഇരിയണ്ണി മേഖലയിലൊക്കെ മൂളിയാർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഇരിയണ്ണി പ്രദേശങ്ങളിലെ വനം വകുപ്പിൻ്റെ ക്യാമറ ട്രാപ്പിൽ 4 പുലികളെ കണ്ടിരുന്നു. അതിൽ 2 കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഈ പുലിയെ പിടികൂടുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 6:30 ഈ ഒരു കവുങ്ങിൻ തോപ്പിനടുത്ത് പുലി തുരങ്കത്തിൽ കുടുങ്ങിയത്. നാളെ രാവിലെയോടുകൂടി പുലിയെ അവിടെ നിന്ന് മയക്കുവെടി വെച്ച് നീക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.